6 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കപ്പാസിറ്റർ വരുന്ന ഒരു എക്സ്പെരിമെൻ്റ്. പക്ഷെ ആദ്യത്തെ എ എന്ന് പറയുന്നത് ബൾബിന് സീരീസ് ആയിട്ട് റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സപ്ലൈ ഗിവൺ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് 240, ഫ്രീക്വൻസി 80 ഹെഡ്സ്, ബൾബിൻ്റെ സ്പെസിഫിക്കേഷൻ 100 വാട്ട്, 120 വോൾട്ട്, റേറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ പവർ ബൈ വോൾട്ടേജ് 100/120, 0 മുകളിലും താഴെയും വെട്ടിപ്പോയാൽ 10/12, ദാറ്റ് ഈസ് 5/6, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/6. അടുത്തതായിട്ട് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ കാണാൻ രണ്ടും റെസിസ്റ്ററുകളാണ്. അതുകൊണ്ട് തന്നെ 240 നിന്ന് 120 കുറച്ചാൽ മതി ബൾബിൻ്റെ വോൾട്ടേജ്. സോ 120 ഈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞു. ഇനി 6 എന്ന് പറയുന്ന വാല്യൂ കണ്ടെടുക്കാൻ 120 ഡിവൈഡഡ് ബൈ 5/3, ദാറ്റ് ഈസ് സീരീസ് ആയതുകൊണ്ട് 5/3 എന്ന് പറയുന്ന ബൾബിലൂടെ ഒഴുകുന്ന അതേ കറണ്ട് തന്നെ 6ലൂടെ ഒഴുകുള്ളൂ. 120 ഡിവൈഡ് ബൈ 5/6 എന്ന് പറഞ്ഞാൽ 144 ഓം. പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ I²R അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് മതി. 240 ഇൻറ്റു 5/6, 6 കൊണ്ട് 24 വെട്ടിയാൽ 40 ആവും. 40 ഇൻറ്റു 5 1000 വാട്ട്സ്. അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്ററാണ് ബൾബിന് സീരീസ് ആയിട്ട് കൊടുക്കുന്നത്. ഈ സമയത്തും കറണ്ട് 5/6 ആമ്പിയർ കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ സപ്ലൈ വോൾട്ടേജ് 240, ഫ്രീക്വൻസി 80 ഹെഡ്സ്, ബൾബിൻ്റെ സ്പെസിഫിക്കേഷൻ 100 വാട്ട്, 120 വോൾട്ട്, റേറ്റഡ് കറണ്ട് എന്ന് പറയുന്നത് ബൾബിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് 100 ഡിവൈഡ് ബൈ 120, 5/6 ആമ്പിയർ. 5/ആമ്പിയർ തന്നെയാണ് സീരീസ് ആയിട്ടുള്ള കപ്പാസിറ്ററിലൂടെയും പോകുന്നത്. പക്ഷേ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണെങ്കിൽ റൂട്ട് ഓഫ് 240 സപ്ലൈ സ്ക്വയർ മൈനസ് ബൾബിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 120ൻ്റെ സ്ക്വയർ. സോ 240ൻ്റെ സ്ക്വയർ നിന്ന് 140ൻ്റെ സ്ക്വയർ കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് I/XC എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 207.5. കറണ്ട് 5/4 എന്ന് അറിയാവുന്നതുകൊണ്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 207.5 ഡിവൈഡഡ് ബൈ I, ദാറ്റ് ഈസ് 207.5 ഡിവൈഡ് ബൈ 5/4, ദാറ്റ് ഈസ് 249 ഓം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കിട്ടാൻ 1 ഡിവൈഡ് ബൈ 2f/XC ആണ്. 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 249 ചെയ്താൽ 12.8 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ VC ഡിവൈഡഡ് ബൈ V ചെയ്താൽ മതി. ഈ VC എന്ന് പറയുന്നത് 207 ഡിവൈഡഡ് ബൈ 240. അത് വേണമെന്നില്ല, എന്ത് ചെയ്താലും മതി. 120 ഡിവൈഡഡ് ബൈ 120 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ 120 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 120 ഡിവൈഡഡ് ബൈ 120 ഡിവൈഡഡ് ബൈ 140 ചെയ്ത് കഴിഞ്ഞാൽ 0.5 ആമ്പിയർ കിട്ടും.
പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഗുണിക്കുക. 240 ഇൻറ്റു 5/6 ഗുണം പവർ ഫാക്ടർ ആയ 120 ഡിവൈഡ് ബൈ 240 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 വാട്ട്സ് കിട്ടും. ഇനി കപ്പാസിറ്ററിൻ്റെ സ്ഥാനത്ത് ഇൻഡക്ടർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇൻഡക്ടറിനെ സംബന്ധിച്ച് അവിടെ 10 ഓം എന്ന് പറയുന്ന മറ്റൊരു റെസിസ്റ്റർ കൂടെ ഉണ്ടായിരിക്കും, ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാറ്റിലൂടെയും പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 5/6 ആംപിയർ തന്നെയാണ്. സപ്ലൈ വോൾട്ടേജ് 240, ഫ്രീക്വൻസി 50 ഹെർട്സ്, ബൾബിൻ്റെ റേറ്റിംഗ് 100 വാട്ട്, 120 വോൾട്ട്. കറണ്ട്, റേറ്റഡ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ത്രൂ ദീസ് ഓൾ സർക്യൂട്ട് കാണാൻ 100 ഡിവൈഡ് ബൈ 120 5/6 ആംപിയർ ആണ്. റെസിസ്റ്റർ തന്നിട്ടുണ്ട്, 10 ഓം ആണ് തന്നിട്ടുണ്ട്. അടുത്തത് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടി കണ്ടുപിടിക്കുകയാണെങ്കിൽ I × R 5/6 × 10 50/6. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 25/3 വോൾട്ട് എന്ന് എഴുതി. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ കാണാനായിട്ട് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? V² മൈനസ് VR². പക്ഷേ VR² എന്ന് പറയുന്നത് 2 കക്ഷികളുണ്ട്. 10 ഓമും ഉണ്ട്, പിന്നെ 10 ഓമും ഉണ്ട്. അതേപോലെ തന്നെ 10 × 5/6 203, അതായത് ബൾബിന് അക്രോസ് 120 വോൾട്ടും ഉണ്ട്. ഈ റെസിസ്റ്റൻസിന് അക്രോസ് 10 × 5 10/5 ഇൻറ്റു 6 10 × 5/6 25/3 വോൾട്ടും ഉണ്ട്. സോ 240² മൈനസ് 120 പ്ലസ് 25/3ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 203 വരും. കറണ്ട് അപ്പോഴും 5/6 തന്നെയാണ്. ഇൻഡക്ടറിന് അക്രോസ് ഉള്ളതെന്ന് പറഞ്ഞാൽ I × ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 203 ഡിവൈഡഡ് ബൈ 5/6 ആണ്. 243.6 ഓം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πfL ആണ്. L ഇൻഡക്ടർ എന്ന് പറയുന്നത് 243.6 ഡിവൈഡഡ് ബൈ 2 × 3.14 × 50 ആണ്. 0.775 ഹെൻറി ആണ്. അടുത്തത് ടോട്ടൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 120 പ്ലസ് 25/3 ആണ്. 128.3 വോൾട്ട് ആണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ VR ഡിവൈഡഡ് ബൈ V ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഡ്രോപ്പ് 128.3 ഡിവൈഡഡ് ബൈ 240 ഈക്വൽ ടു 0.535 ലാഗിങ് ആണ്. പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 240 ഇൻറ്റു കറണ്ട് 5/6 ഇൻറ്റു cos 5 0.535 107 വാട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.